വണ്ടിയുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്കവാറും വീഡിയോകളിലും ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെയും ഇതുപോലുള്ള കേസുകൾ ആവർത്തിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദയവായിട്ട് എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപകടം സംഭവിക്കുകയാണെങ്കിൽ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു ഹോണ്ടയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു, ഒരു സ്കൂട്ടർ ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് ഇൻഷുറൻസ് എടുക്കുവാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നേരത്തെ ഒരു പോളിസി എടുത്തിരുന്നത് ഓൺലൈൻ വഴി എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഓൺലൈനിൽ പോളിസി എടുത്ത് ഇദ്ദേഹത്തിന് തേർഡ് പാർട്ടി എടുക്കുവാൻ വേണ്ടിയിട്ട് 650-700 രൂപയെ ചിലവായുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ എനിക്കത് കണ്ടിട്ട് സംശയം തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് ആ വണ്ടിയുടെ നമ്പർ എടുത്ത് നമ്മുടെ പരിവാഹൻ്റെ ആപ്പിൽ കയറി ആ നമ്പർ അടിച്ചു നോക്കിയപ്പോൾ അതിൽ കാണുന്നതാണ് ഈ മേളിൽ കാണുന്ന രംഗം. അത് ഞാൻ നിങ്ങളെ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അതായത് പരിവാഹൻ സൈറ്റിൽ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് ഓൾറെഡി തീർന്നിട്ട് ദിവസങ്ങളായി. പക്ഷേ ഈ പുതിയ ഇൻഷുറൻസ് എടുത്തതിനകത്ത് ഇപ്പോഴും കാലാവധി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നിങ്ങൾ ഈ ഓൺലൈൻ വഴി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ചിലരുടെ ആണെങ്കിൽ അഡ്രസ്സ് മാറി വരുന്നു, ചിലരുടെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പോളിസിയിൽ കാര്യമായിട്ടുള്ള അപ്ഡേഷൻ RTO ഭാഗത്ത് വരുന്നില്ല. തന്മൂലം ഈ വണ്ടിയുമായിട്ട് പുറത്തേക്ക് ഇദ്ദേഹം പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആരോട് നിങ്ങൾ ചോദിക്കും? ഓൺലൈനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ഗ്യാരണ്ടിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് പല അനുഭവങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ കാണുന്ന പ്രമുഖ കമ്പനികളുടെ എല്ലാ ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മൾ അവരുടെ ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓൺലൈൻ വഴിയാണെന്ന് പറഞ്ഞാൽ അവിടെ ബന്ധപ്പെടാനേ പറയത്തുള്ളൂ. അതേസമയം നമ്മുടെ IRDA അപ്രൂവ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളിലൂടെ ഇപ്പോൾ നമ്മുടെ കിടങ്ങന്നൂർ CSC സെൻ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ CSCയിലെ റാപ്പ് എക്സാം പാസ്സായതാണ്. അപ്പോൾ നമുക്ക് ഒട്ടുമിക്കവാറും കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ട്. ഏത് ഇൻഷുറൻസ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കേസെന്ന് പറഞ്ഞാൽ IRDAയുടെ ലൈസൻസ് ഉള്ള ഓറിയൻ്റൽ പോലുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ ഏജൻസിയും നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടെയും നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ശ്രീറാമുണ്ട്. അങ്ങനെ കുറേ പ്രൈവറ്റ് ആണെങ്കിലും നല്ല കമ്പനികളുടെ ഇൻഷുറൻസാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. അതിനകത്ത് കൃത്യമായിട്ട് IRDAയുടെ മാനദണ്ഡം പറയുന്നുണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസിന് ഇത്ര രൂപ മിനിമം എടുക്കണമെന്നുണ്ട്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇദ്ദേഹം ഈ 600 രൂപയുടെ ചെയ്തെന്ന് പറയുന്നു. ഇതിനകത്ത് ഈ അപകടം പറ്റിയാലുള്ള പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ക്ലെയിം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ടുള്ളതെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു പോളിസി ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ പോളിസിയുമായിട്ട് സന്തോഷമായിട്ട് എനിക്ക് 10-300 രൂപ ലാഭം ഉണ്ടായി എന്നുള്ള കേസിലാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ ഈ സാധനം ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. ഇപ്പം ഞാൻ അതിന് ശേഷം പുതിയ പോളിസി എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു 2-3 മണിക്കൂറിനകത്ത് ഈ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ആയ ദൃശ്യമാണ് നിങ്ങൾ ഈ വീഡിയോയുടെ മുകളിൽ കാണുന്നത്. നോക്കുക, കൃത്യമായിട്ട് പോളിസിയുടെ ഡേറ്റ് നിങ്ങൾക്ക് കാണാം. അതിൽ കണ്ടില്ലേ, ആ പോളിസി എന്ന് വരെ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ മെൻഷൻ ആയിട്ടുണ്ട്. ഇനി ആ കസ്റ്റമർക്ക് യാതൊരു പേടിയും കൂടാതെ ആ വണ്ടിയുമായിട്ട് എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓൺലൈനിലൂടെ നമ്മൾ ഇൻഷുറൻസ് തുച്ഛമായ ലാഭം നോക്കി നിങ്ങൾ എടുക്കുമ്പോൾ വലിയ കെണിയാണ് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാർ പ്രത്യേകം അതിൻ്റെ കാര്യങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇൻഷുറൻസ് എടുക്കുക. ഇതുപോലുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.